നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ പ്രസൻറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും ഫ്യൂച്ചറാണ് ശരിക്കും സിമ്പിൾ. സിമ്പിൾ പ്രസൻറ്റ് ഒന്നും അത്ര സിമ്പിളാണെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഈ സിമ്പിൾ ഫ്യൂച്ചർ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പഠിക്കാം. ഈ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരേണ്ട ഒരേ ഒരു കാര്യം വില്ലാണ്. വില്ലില്ലാണ്ടൊരു സിമ്പിൾ ഫ്യൂച്ചർ ഇല്ല. ഇനി സിമ്പിൾ ഫ്യൂച്ചറിൽ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ സാധാരണ സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പറയേണ്ടത് സബ്ജക്റ്റ്, ആരെക്കുറിച്ചാണ് പറയുന്നത്, അയാളാണ് ആദ്യം വരിക. രണ്ടാമത് ഒരു വില്ലെടുത്തിടുക. മൂന്നാമത് എന്താണ് അയാൾ ചെയ്യണേ ആ കാര്യം പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ക്രിക്കറ്റിൽ ഇന്ത്യ ജയിക്കും, ഈ കളിയിൽ ഇന്ത്യ ജയിക്കും, ഇതെങ്ങനെ പറയും? ആദ്യം ആരാണ്? ഇന്ത്യ. രണ്ടാമത് എന്തായാലും വില്ലെടുത്തിടുക, വിൽ, ഇന്ത്യ വിൽ. അടുത്തത് എന്താ? വിൻ ദ മാച്ച്, ഇന്ത്യ വിൽ വിൻ ദ മാച്ച്. ഇനി അവൻ പാടും, അതെങ്ങനെ പറയാം? അവൻ അതായത് ഹി കഴിഞ്ഞ സിമ്പിൾ ഫ്യൂച്ചറിൽ എന്തായാലും വില്ലിടുക, ഹി വിൽ. ഇനി ബാക്കി കാര്യം പാടുക എന്നുള്ളതിന് എന്താ പറയുക? സിങ്, ഹി വിൽ സിങ്. ഇതിൽ സിമ്പിൾ പ്രസൻറ്റിലെ പോലെ സിങ്സ് ഒന്നും വേണ്ട, വളരെ സിമ്പിളാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഒരു വില്ല് മാത്രം കയ്യിലുണ്ടായാൽ മതി, ഹി വിൽ സിങ്. അടുത്തത് അവര്, കുറേ ആൾക്കാരുണ്ട്, അവര് പാടുകയാണെങ്കിലോ ഇതേപോലെ തന്നെ ഹി വിൽ സിങ് പോലെ ദേ വിൽ സിങ്. അവള് പാടുകയാണെങ്കിലോ ഇതേപോലെ ഷീ വിൽ സിങ്. അവൾ വിളിക്കുന്നതാണെങ്കിലോ ഷീ വിൽ കോൾ. ഇനി വില്ലിന് കോൺട്രാക്ഷൻ ആയിട്ട് ഡബിൾ എൽ, ഒരു അപ്പോസ്ട്രോഫി ഡബിൾ എൽ ഇടാറുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് പറയാം. ആദ്യം നമ്മൾ ഇടേണ്ടത് വിൽ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം വേണ്ടത് വിൽ, ഒരു വില്ലിടുക. അതിനുശേഷം ആരാണ്, പിന്നെ എന്താണ്. വിൽ അവൻ, ഹി വിളിക്കോ, കോൾ, വിൽ ഹി കോൾ, അവൻ വിളിക്കോ. ഇന്ത്യ ജയിക്കോ, വിൽ ഇന്ത്യ വിൻ. അവൾ പോവോ, ആദ്യം എന്താ ചെയ്യേണ്ടത്? വില്ലിട്ടു. അത് കഴിഞ്ഞ് ഷീ, അവൾ ഷീ. പോവോ, ഗോ, വിൽ ഷീ ഗോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമല്ലേ? ഇനി നമ്മൾ എങ്ങനെയാ സെൻറ്റൻസ് നെഗേറ്റ് ചെയ്യാൻ നോക്കാം. അവൻ ജയിക്കും എന്നെങ്ങനെയാ പറയാ? ഹി വിൽ വിൻ. അപ്പോൾ അവൻ ജയിക്കില്ല എന്നെങ്ങനെയാ പറയാ? ഈ വില്ല് കഴിഞ്ഞിട്ടൊരു നോട്ട് ഇട്ടാൽ മതി, ഹി വിൽ നോട്ട് വിൻ. അവൻ വരില്ല അങ്ങനെ പറയാ? അവൻ വരുന്ന എങ്ങനെയാ പറയാ? ഹി വിൽ കം. വരില്ല എന്നോ? ഹി വിൽ നോട്ട് കം. അവര് പോവില്ല എങ്ങനെയാ പറയാ? ആദ്യം അവരെങ്ങനെയാ പോവും എന്ന് പറയാൻ നോക്കാം. അവർ പോവും എന്നെങ്ങനെയാ പറയാ? ദേ വിൽ ഗോ. അപ്പോൾ പോവില്ല എന്നോ? ദേ വിൽ നോട്ട് ഗോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.